തമിഴ്നാട്ടിലെ ശ്രീഷൻ ഫാർമസ്യൂട്ടിക്കൽസിന്റെ മരുന്നുകൾക്ക് സംസ്ഥാനത്ത് നിരോധനം. ശ്രീഷൻ ഫാർമസ്യൂട്ടിക്കൽസിന്റെ ഒരു മരുന്നും സംസ്ഥാനത്ത് വിൽക്കരുത് എന്നാണ് ആരോഗ്യവകുപ്പിന്റെ ഉത്തരവ്. ഗുണനിലവാരം ഇല്ലെന്ന് കണ്ടെത്തിയ ഗുജറാത്ത് കമ്പനിയുടെ റെസ്പി ഫ്രഷ് TR മരുന്നിന്റെ വിൽപ്പനയും നിർത്തിവെച്ചു. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അലക്സ്, വളരെ ശ്രദ്ധേയമായ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ ഒരു തീരുമാനമാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഈ മരുന്നുകൾ ഇപ്പോൾ സംസ്ഥാനത്ത് നിരോധിച്ചിരിക്കുന്നതിന് എന്തെങ്കിലും വിശദീകരണം ആരോഗ്യവകുപ്പ് നൽകുന്നുണ്ടോ? പ്രജന, മധ്യപ്രദേശിലും രാജസ്ഥാനിലും 17 കുട്ടികൾ മരിക്കാനിടയായ ഈ ചുമമരുന്ന് അത് തമിഴ്നാട്ടിലെ ശ്രീഷൻ ഫാർമസ്യൂട്ടിക്കൽസ് ഉൽപ്പാദിപ്പിക്കുന്ന കോൾഡ്രിഫ് SR 13 ബാച്ചിൽപ്പെട്ട മരുന്നുകളാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് സംസ്ഥാനത്ത് പ്രധാനപ്പെട്ട ഒരു നടപടി കൂടി സ്വീകരിക്കുന്നത്. തമിഴ്നാട് കാഞ്ചീപുരത്ത് പ്രവർത്തിക്കുന്ന ശ്രീഷൻ ഫാർമസ്യൂട്ടിക്കൽസ് എന്ന സ്ഥാപനത്തിന്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്യുന്നതിനുള്ള നടപടികൾ തമിഴ്നാട് ഡ്രഗ്സ് കൺട്രോൾ എടുത്തിട്ടുള്ള സാഹചര്യത്തിൽ ആ കമ്പനിയുടെ എല്ലാ മരുന്നുകളും കേരളത്തിൽ വിതരണം നിർത്തിവെപ്പിച്ചതായി ആരോഗ്യവകുപ്പ് അറിയിക്കുന്നു. വകുപ്പ് മന്ത്രി വീണ ജോർജാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. അതുമാത്രമല്ല, ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ, ഉത്തരേന്ത്യയിലെ ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ വിവിധ ജില്ലകളിൽ ഇത്തരം പ്രശ്നബാധിതമായ മരുന്നുകൾ അല്ലെങ്കിൽ പ്രശ്നം കണ്ടെത്തിയ മരുന്നുകൾ നിരോധിക്കുകയും അത്തരം കമ്പനികൾക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു കമ്പനിയുടെ മരുന്ന് കൂടി ആ പട്ടികയിലേക്ക് വരുന്നു സംസ്ഥാനത്ത് എന്നുള്ളതാണ്. ഗുജറാത്തിലെ റെഡ് നെക്സ് ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡ്, അത് അഹമ്മദാബാദ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് റെഡ് നെക്സ് ഫാർമസ്യൂട്ടിക്കൽസ്. ഇത് നിർമ്മിച്ച റെസ്പി ഫ്രഷ് TR 60 ml സിറപ്പ് ബാച്ച് നമ്പർ 601 GL 2523 ആ ബാച്ചിൽപ്പെട്ട മരുന്ന് ഗുണനിലവാരമില്ലെന്ന് ഗുജറാത്ത് ഡ്രഗ്സ് കൺട്രോളർ അറിയിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ഈ മരുന്നിന്റെ വിതരണവും വിൽപ്പനയും ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് അടിയന്തരമായി നിർത്തിവയ്പ്പിച്ചു എന്ന് വകുപ്പ് മന്ത്രി വ്യക്തമാക്കുന്നു. സംസ്ഥാനത്ത് 5 വിതരണക്കാരാണ് ഈ മരുന്ന് വിതരണം നടത്തുന്നത്. അവർക്ക് മരുന്ന് വിതരണം നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ മരുന്ന് വിൽപ്പന നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വീണ ജോർജ് അറിയിക്കുന്നു. ഈ മരുന്ന് കൈവശമുള്ളവർ ഉപയോഗിക്കരുതെന്ന് ആരോഗ്യവകുപ്പ് അഭ്യർത്ഥിക്കുക കൂടി ചെയ്യുന്നുണ്ട്. ഈ മരുന്നുകൾ സർക്കാർ ആശുപത്രികൾ വഴി വിതരണം ചെയ്യുന്നില്ല എന്നുകൂടി അറിയിക്കുന്നുണ്ട്. നേരത്തെ അംഗീകൃത ഡോക്ടറുടെ കുറിപ്പടി ഇല്ലാതെ 12 വയസ്സിനു താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടി മരുന്ന് നൽകരുതെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി നിർദ്ദേശിച്ചിരുന്നു. അത്തരം സ്ഥാപനങ്ങളുണ്ടെങ്കിൽ അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനും മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനം ഇതുമായി ബന്ധപ്പെട്ട ജാഗ്രത തുടരുകയാണ് പ്രജിൻ. അതുമാത്രമല്ല, നേരത്തെ ഒരു 3-അംഗ സമിതിയെ നിയോഗിച്ചിരുന്നു. ആ 3-അംഗ സമിതി സംസ്ഥാനത്ത് ഈ കുട്ടികൾക്ക് ചുമമരുന്ന് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു മാർഗ്ഗനിർദ്ദേശം പുറത്തിറക്കുന്നതിന് ഈ ഒരു 3-അംഗ സമിതിയെ റിപ്പോർട്ട് നൽകാൻ ചുമതലപ്പെടുത്തിയിരുന്നു. ആ റിപ്പോർട്ട് ആരോഗ്യവകുപ്പിന് നൽകിയിട്ടുണ്ട്. ഉടൻ തന്നെ ഈ മാർഗ്ഗനിർദ്ദേശം സംസ്ഥാനം പുറത്തിറക്കുകയും ചെയ്യും. പ്രജിൻ. അലക്സ് റാം മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ശബരിമല സ്വർണ്ണ മോഷണത്തിൽ നടപടിയുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് 2019 അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിനെ സസ്പെൻഡ് ചെയ്തു. നിലവിൽ ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണറാണ് മുരാരി ബാബു. 2 ഉദ്യോഗസ്ഥരുടെ വിരമിക്കൽ ആനുകൂല്യങ്ങളും തടഞ്ഞു. അതേസമയം അറ്റകുറ്റപ്പണികൾക്കായി സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഉണ്ടാക്കിയ വാറന്റി ദേവസ്വം ബോർഡ് റദ്ദാക്കി. 2019 സ്വർണ്ണപാളി ചെമ്പുപാളി എന്ന് റിപ്പോർട്ട് എഴുതിയത് അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവാണ്. 2025 സ്വർണ്ണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടണമെന്ന മുരാരി ബാബു ഫയലിൽ നിർദ്ദേശിച്ചിരുന്നു. ഇതുൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് സസ്പെൻഷൻ നടപടി. മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ്, തിരുവാഭരണം കമ്മീഷണർ KS ബൈജു എന്നിവരുടെ വിരമിക്കൽ ആനുകൂല്യം തടയാൻ ദേവസ്വം കമ്മീഷണറോട് നിർദ്ദേശിക്കാനും ഇന്നത്തെ യോഗത്തിൽ തീരുമാനമായി. സ്വർണ്ണമോഷണത്തിൽ സമഗ്ര അന്വേഷണം PS പ്രശാന്ത് ആവർത്തിച്ചു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഒരു നല്ല ഏജൻസി വെച്ചിരിക്കുന്നത്, അവരത് അന്വേഷിച്ച് തീരുമാനിക്കട്ടെ. വിജിലൻസിന്റെ റിപ്പോർട്ട്, അന്തിമ റിപ്പോർട്ട് കോടതിയിൽ ഈ ആഴ്ച തന്നെ കൊടുക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കണ്ട് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയതെന്ന മുരാരി ബാബുവിന്റെ പ്രതികരണം. തന്ത്രിയുടെ കത്ത് വാങ്ങി റിപ്പോർട്ട് ചെയ്യണം, അങ്ങനെ റിപ്പോർട്ട് ചെയ്തു. ആ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഞാനത് എഴുതിയത് ചെമ്പുപാളി എന്നാണ് എഴുതിയത്. എന്തുകൊണ്ട് എഴുതി? അത് ചെമ്പുപാളി ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതുന്നല്ലേ. ഞാൻ വേറെന്തെങ്കിലും പാളിന്ന് എഴുതിയാൽ അത് ഞാനതിന് സമാനം പറയണ്ടേ? അത് ആ പാളി ചെമ്പ് തെളിഞ്ഞിരുന്നതുകൊണ്ട് അത് ചെമ്പുപാളിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാനതുകൊണ്ടാണ് ചെമ്പുപാളിയിൽ പൂശാൻ പറഞ്ഞെഴുതുന്നത്. അതിനിടെ ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലുള്ളത് ചെമ്പുപാളി എന്ന മുരാരി ബാബുവിന്റെ വാദം വിജയ് മല്യയ്ക്ക് വേണ്ടി സ്വർണം പൊതിയാൻ മേൽനോട്ടം വഹിച്ച സെന്തിൽനാഥൻ തള്ളി. 2018 പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റാണ് ഈ പറയുന്ന പോലെ കംപ്ലീറ്റ് ചെമ്പായിട്ട് മാറി. കംപ്ലീറ്റ് ചെമ്പായിട്ട് മാറാനും സാഹചര്യം ഉണ്ടോ എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ 100% മാറാൻ സാധ്യതകളില്ല. ദേവസ്വം വിജിലൻസിന്റെ അന്തിമ റിപ്പോർട്ട് കിട്ടിയ ശേഷം കൂടുതൽ നടപടികളിലേക്ക് കടക്കാനാണ് തീരുമാനം.
24 തിരുവനന്തപുരം. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തി. മേഘന മുരളി അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. മേഘന, മാർച്ച് അവസാനിച്ചിട്ടുണ്ടോ? ആരൊക്കെയാണ് മാർച്ചിൽ പങ്കെടുക്കുന്നത്? വിശദാംശങ്ങൾ. യൂത്ത് കോൺഗ്രസ് കരകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നിലവിൽ PS പ്രശാന്തിന്റെ കരകുളത്തുള്ള വീട്ടിലേക്ക് മാർച്ച് നടത്തുന്നത്. അത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കുറച്ച് കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് തന്നെ മാർച്ചായി വന്ന് പിന്നീട് PS പ്രശാന്തിന്റെ വീടിനടുത്തേക്ക് വരികയായിരുന്നു. അവിടെ നിന്ന് പോലീസ് ബാരിക്കേഡ് കെട്ടി ഈ പ്രവർത്തകരെ തടഞ്ഞിട്ടുണ്ട്. നിലവിൽ ചെറിയൊരു സംഘർഷ സാധ്യത ഉണ്ടായിരുന്നു. അതിൽ പ്രധാനമായും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ ബാരിക്കേഡ് മറികടന്ന് PS പ്രശാന്തിന്റെ വീട്ടിലേക്ക് കടക്കാൻ ശ്രമിച്ചു. അത് പോലീസ് തടയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. ഇതിൽ ചാണ്ടി ഉമ്മൻ MLA ആണ് ഈ ഒരു മാർച്ചും ധർണയും ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അതിൽ പ്രധാനമായും യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നത് ഇതിൽ ഈ ശബരിമലയിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിൽ ഈ ദേവസ്വം ബോർഡും അതുപോലെ തന്നെ സർക്കാരും ഒത്തുകളിച്ചു. അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു വിഷയമല്ല ശബരിമലയിലെ സ്വർണ്ണം മോഷണം എന്നുള്ളതാണ്. അതിൽ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടുള്ള നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടുള്ള PS പ്രശാന്തും അതുപോലെ തന്നെ ദേവസ്വം മന്ത്രിയും രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ PS പ്രശാന്തിന്റെ വീട്ടിലേക്ക് ഇപ്പോൾ മാർച്ച് നടത്തുന്നത്. ഇപ്പോൾ പ്രവർത്തകർ സംസാരിക്കുകയാണ്. അതിനുശേഷം ചാണ്ടി ഉമ്മൻ MLAയും സംസാരിക്കും. ഇവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഇതിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അതുപോലെ തന്നെ മന്ത്രി PS പ്രശാന്തിന്റെ വീട്ടിലേക്കാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് നടന്നത്. ശബരിമല സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധ ജ്യോതിയുമായി കോൺഗ്രസ് സംസ്ഥാനത്തെ എല്ലാ മണ്ഡലം കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ പ്രതിഷേധ ജ്യോതി തെളിയിക്കും. മറ്റന്നാൾ പത്തനംതിട്ടയിൽ പ്രതിഷേധ സംഗമം നടക്കുന്ന സമയത്താവും മണ്ഡലം തലത്തിൽ പ്രതിഷേധ ജ്യോതി സംഘടിപ്പിക്കുക. 24 എക്സ്ക്ലൂസീവ്. സ്വർണ്ണപ്പാളി വിവാദത്തിൽ സർക്കാർ അനുകൂല നിലപാടുമായി 24-നോട് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരുടെ പ്രതികരണം. തെറ്റുകാരെ കണ്ടുപിടിച്ച് ശിക്ഷിക്കണമെന്ന് G. സുകുമാരൻ നായർ പറഞ്ഞു. ഇത് കണ്ടുപിടിക്കാൻ സർക്കാർ താൽപര്യം കാണിക്കുന്നുണ്ട് എന്നും G. സുകുമാരൻ നായർ പ്രതികരിച്ചു. സ്വർണ്ണപ്പാളി വിവാദം ആളിപ്പടരുമ്പോൾ സർക്കാരിനെ ഇപ്പോൾ വിമർശിക്കേണ്ട എന്ന നിലപാടാണ് NSSന്. നിലവിൽ അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ സത്യം പുറത്തു കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നാണ് ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരുടെ പ്രതികരണം. കുറ്റക്കാരെ കണ്ടുപിടിക്കാൻ സർക്കാർ താല്പര്യവും കാണിക്കുന്നുണ്ട്. ഗവൺമെന്റ് അതിന്റെ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ഇവിടെ കോടതി മുതൽ താഴോട്ട് എല്ലാ സ്ഥാനങ്ങളും ഉണ്ട്. അത് കണ്ടുപിടിക്കാൻ ഗവൺമെന്റ് അതിനകത്ത് താല്പര്യം എടുത്തിട്ടും ഉണ്ട്. ആളുകളെ കണ്ടുപിടിക്കേണ്ടത് ആവശ്യമാണ്. അവരെ ശിക്ഷിപ്പിക്കേണ്ടത് ആവശ്യമാണ്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തെ വീഴ്ച വ്യക്തമായിട്ടും ദേവസ്വം ബോർഡിനെ വിമർശിക്കാനും സുകുമാരൻ നായർ തയ്യാറായില്ല. എല്ലാ മോഷണവും തെറ്റ് തന്നെയാണെന്നും പ്രതികരണം. എല്ലാ മോഷണവും തെറ്റല്ലേ? ഇത് അതിന് വലിയ തെറ്റാണ്. ഭഗവാന്റെ ഇത് മുതൽ തിരിച്ചെടുപ്പിക്കേണ്ടത് ആവശ്യമാണ്. അത് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ടെന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. ശബരിമല സ്ത്രീ പ്രവേശനത്തിലും ആഗോള അയ്യപ്പ സംഗമത്തിലും സർക്കാരിനെ പിന്തുണച്ച് രംഗത്തു വന്നത് വലിയ ചർച്ചയാകുന്നതിനിടയിലാണ് സ്വർണ്ണപ്പാളി വിവാദത്തിലും സർക്കാരിനെ പിന്തുണച്ച് G. സുകുമാരൻ നായർ രംഗത്തെത്തിയത്. ടോബി ജോൺസൺ, 24. അച്ചടക്ക നടപടിയുമായി KSRTC സ്വിഫ്റ്റ് ബസ് വൃത്തിയായി സൂക്ഷിക്കാത്തതിന് ആലുവ അസിസ്റ്റന്റ് ഡിപ്പോ എഞ്ചിനീയർ KT ബൈജുവിനെതിരെയാണ് നടപടി. KT ബൈജുവിനെ 5 ദിവസത്തെ തിരുത്തൽ പരിശീലനത്തിനായി അയക്കും. അലക്സ് റാം മുഹമ്മദ് തിരിച്ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. അലക്സ്, ഒരു ഭാഗത്ത് KSRTC പഴയ പ്രതാപത്തിലേക്ക് വരുന്നു. അത്തരത്തിൽ വാർത്തകൾ നേരത്തെ വന്നിരുന്നു. പ്രതിദിന കളക്ഷനൊക്കെ റെക്കോർഡിലേക്ക് വന്ന ദിവസം കൂടിയാണ് ഇന്നിപ്പോൾ. നടപടികൾ കടുപ്പിക്കുന്നു ജീവനക്കാർക്കെതിരെ എന്ന പരാതി മറുഭാഗത്തുണ്ട്. TDF അടക്കം അതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധത്തിന് നീങ്ങുകയാണ്. ഇതിപ്പോൾ മറ്റൊരു കേസ് കൂടി വരുന്നു. എന്താണ് ഈ സംഭവം? ഇതിൽ എന്ത് നടപടിയാണ് എടുത്തിരിക്കുന്നത്? പ്രജന, KSRTCയിൽ ഡിസിപ്ലിനറി ആക്ഷൻ, അതായത് അച്ചടക്ക നടപടികൾ തുടരുന്നു എന്നുള്ളതാണ് ഇപ്പോഴും മനസ്സിലാക്കുന്നത്. ഏറ്റവും ഒടുവിൽ ആലുവ ഡിപ്പോയിലെ ഉദ്യോഗസ്ഥനെതിരെയാണ് നടപടി. ആ സംഭവം ഇങ്ങനെയാണ്. ആലുവ ഡിപ്പോയിലെ സ്വിഫ്റ്റ് സൂപ്പർ ഫാസ്റ്റ് ബസ് സെപ്റ്റംബർ 29 സർവീസിനിടയിൽ പരിശോധിക്കുന്നു. ആ പരിശോധനയ്ക്കിടയിൽ ബസ്സിൻ്റെ ഇൻസൈഡ് ടോപ്പ്, അതുപോലെ സീറ്റുകൾ, ഗ്ലാസുകൾ, വിൻഡോ ഗ്ലാസുകളൊക്കെ അതിൻ്റെ അകംവശമൊക്കെ വൃത്തിഹീനമായി കാണപ്പെട്ടു. പ്രസ്തുത ബസ് ഇതിനു മുമ്പും ഇത്തരത്തിൽ വൃത്തിഹീനമായ രീതിയിൽ സർവീസ് നടത്തിയതിന് ആലുവ അസിസ്റ്റന്റ് ഡിപ്പോ എഞ്ചിനീയർക്ക് താക്കീത് നൽകുകയും ബസ് ശരിയായ രീതിയിൽ വൃത്തിയാക്കുന്നതിന് നിർദ്ദേശം നൽകിയിരുന്നതുമാണ്. എന്നാൽ ഈ നിർദ്ദേശങ്ങളൊന്നും പാലിക്കപ്പെട്ടില്ല എന്നാണ് ഈ നടപടി ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വൃത്തിയാക്കുന്നത് സംബന്ധിച്ച് ചീഫ് ഓഫീസ് നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കാത്തതിലും അതുപോലെ തന്നെ മുകളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ, മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ യഥാസമയം നടപ്പിലാക്കുന്നതിലും വീഴ്ച വരുത്തി എന്ന് പറഞ്ഞാണ് ആലുവ അസിസ്റ്റന്റ് ഡിപ്പോ എഞ്ചിനീയർ KT ബൈജുവിന്
ബൈജുവിനെതിരെ ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ബൈജു 5 ദിവസത്തെ തിരുത്തൽ പരിശീലനത്തിനായി തിരുവനന്തപുരത്ത് സ്റ്റാഫ് ട്രെയിനിങ് സെന്ററിലേക്ക് അടിയന്തരമായി എത്തണമെന്നാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ചീഫ് ഓഫീസർ പുറപ്പെടുവിച്ചിട്ടുള്ള ഈ ഉത്തരവ്. ഇതിൽ അടിയന്തരമായി നിയോഗിക്കുന്ന ആലുവ യൂണിറ്റ് ഓഫീസറെ ഇതുമായി ബന്ധപ്പെട്ട് ചുമതലപ്പെടുത്തുകയും കൂടി ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ കളക്ഷൻ കൂടുന്ന വാർത്തകൾ നിലനിൽക്കുന്നു. അതേസമയത്ത് ഒരു വശത്ത് നിന്ന് അച്ചടക്ക നടപടി സ്വീകരിക്കുന്നു. ഈ ട്രേഡ് യൂണിയനുകൾ ഈ അച്ചടക്ക നടപടിക്കെതിരെ പരസ്യമായി രംഗത്ത് വരികയും ചെയ്യുന്നുണ്ട്. പ്രജിൻ. ശരി, അലക്സ് റാമുഹുദാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. മറ്റൊരു വാർത്തയിലേക്ക്. തമിഴ്നാട്ടിൽ ഇനി രോഗികൾ ഇല്ല. ആശുപത്രിയിൽ എത്തുന്നവരെ മെഡിക്കൽ ഗുണഭോക്താക്കൾ എന്നാണ് വിളിക്കുക. ഇത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. റഹീസ്, രോഗികൾ ഇനി മെഡിക്കൽ ഗുണഭോക്താക്കളാകുന്നു. എന്താണ് ഇത്തരത്തിലൊരു പേരുമാറ്റത്തിന് ഉള്ള ചേതോവികാരം? അതിൽ എന്തെങ്കിലും വിശദീകരണം സർക്കാർ നൽകുന്നുണ്ടോ? ഇന്നലെയാണ് ഇത് സംബന്ധിച്ചൊരു ഉത്തരവ് ആരോഗ്യവകുപ്പ് പുറത്തിറക്കുന്നത്. ഇന്ന് മാധ്യമങ്ങളോട് ആരോഗ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. ഈ വൈദ്യശാസ്ത്രം എന്നത് മാനുഷികപരമായ സേവനമായതിനാലാണ് ഇത്തരത്തിലൊരു മാറ്റം കൊണ്ടുവരുന്നത് എന്നാണ് പറയുന്നത്. അതായത് രോഗികൾ എന്നുള്ള പദം അത് അത്ര കണ്ട് ഉപയോഗിക്കേണ്ട ഒന്നല്ല, മറിച്ച് അതൊരു ഈ വൈദ്യശാസ്ത്രം ഒരു മാനുഷികപരമായ സേവനമായതിനാൽ ഇതിലൊരു മാറ്റം കൊണ്ടുവരണം എന്നുള്ളൊരു തീരുമാനത്തിലാണ്, ആ ഒരു വീക്ഷണത്തിലാണ് ഇത്തരത്തിലൊരു മാറ്റം കൊണ്ടുവരുന്നതെന്ന് അറിയിക്കുന്നു. സംസ്ഥാനത്തുടനീളമുള്ള സർക്കാർ സ്വകാര്യ ആശുപത്രികളിലെ ഈ ഉത്തരവ് നടപ്പിലാക്കും. അതായത് തമിഴ്നാട്ടിൽ ഇനി ചികിത്സയ്ക്കായി ആശുപത്രിയിൽ വരുന്നവരെ രോഗികൾ എന്ന് വിളിക്കില്ല, മറിച്ച് മെഡിക്കൽ ഗുണഭോക്താക്കൾ എന്നാകും വിളിക്കുക. മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. സംസ്ഥാനത്തെ ആരോഗ്യ പൊതുജനക്ഷേമ വകുപ്പ് സെക്രട്ടറിയാണ് ഉത്തരവ് പുറത്തുവിട്ടിരിക്കുന്നത്. ആശുപത്രിയിലും പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലും ഒക്കെ വരുന്നവർക്ക് ഏത് തരത്തിലുള്ള സേവനങ്ങളാണ് അവർ സ്വീകരിക്കുന്നതെങ്കിലും അവരെ രോഗികളെന്നല്ല, മറിച്ച് മെഡിക്കൽ ഗുണഭോക്താക്കൾ എന്ന് വിളിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് മുതൽ ഈ ഉത്തരവ് നടപ്പിലായി തുടങ്ങിയിട്ടുമുണ്ട്. പ്രജിത്. ശരി, മുഹമ്മദ് റഹീസാണ് ചെന്നൈയിൽ വിശദാംശങ്ങൾ നൽകിയത്. ഇനി നേരത്തെ പുറത്തു വന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. തൃശൂരിൽ ആംബുലൻസ് കിട്ടാത്തതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയ യുവാവ് പ്ലാറ്റ്ഫോമിൽ കിടന്ന് മരിച്ചു. കുഴഞ്ഞു വീണ യുവാവിനെ ആംബുലൻസ് കിട്ടാത്തതിനെ തുടർന്ന് അരമണിക്കൂറോളമാണ് മുളങ്ങുന്നത്തുകാവ് റെയിൽവേ പ്ലാറ്റ്ഫോമിൽ കിടത്തേണ്ടി വന്നത്. ചാലക്കുടി മാരാങ്കോട് സ്വദേശി ശ്രീജിത്താണ് മരിച്ചത്. യുവാവ് പ്ലാറ്റ്ഫോമിൽ കിടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. ഞങ്ങളിവിടെ കണ്ടിട്ട് പ്രതികരിച്ച ആൾക്കാരാ. ഞങ്ങളോട് ചോദിച്ചപ്പോ നിങ്ങൾക്ക് ആരും അറിയില്ല. ഇൻഫോം ചെയ്തതിന് ശേഷമാണ് ആള് മരിച്ചു പറയുന്നത്. ആള് മരിച്ചു പറയുന്നേട്ടാ. എവിടേക്ക് ഹാഫ് അവർ അപ്പോഴും വണ്ടി നിർത്തില്ല. ഡ്രൈവർ അതിൽ ഇങ്ങനെ കൊണ്ടു കിടത്തി. അപ്പൊ അവിടെയുള്ള പിള്ളേരുകള് ഉണ്ടായിരുന്നല്ലോ ട്രെയിനില്, അവര് എടുത്ത് വണ്ടി വരുന്നില്ലെങ്കിൽ നമുക്ക് എടുത്ത് കൊണ്ടുപോടാന്ന് പറഞ്ഞു. അവര് പകുതി വരെ എത്തിച്ചു. ആംബുലൻസ് അപ്പോഴും വന്നിട്ടില്ല. അങ്ങനെ ഞാൻ എന്റെ അറിവിൽ കേട്ടത്. അവിടെ ഹോസ്പിറ്റലുള്ളവരെന്താ പറഞ്ഞു? അവര് പറഞ്ഞു 10 മിനിറ്റ് എത്തുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എന്റെ മോനെ രക്ഷപ്പെടുത്തിയെന്ന് പറഞ്ഞു. ഈ മകന്റെ കൂടെ ഉണ്ടായിരുന്ന അതെ, അവൻ കല്യാണം കഴിക്കുമ്പോൾ പെൺകുട്ടിയാ. അവര് പരാതി കൊടുത്തിട്ടുണ്ട്. ഉണ്ട്, അത്രയ്ക്കും വിഷമിച്ചിട്ടുണ്ട്. ആ പെൺകുട്ടി വന്നു. സൂരജ് സജി തൃശ്ശൂരിൽ ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. സൂരജ്, ദാരുണമാണ് ഈ സംഭവം. ഇത് എപ്പോൾ നടന്ന സംഭവമാണ്? ഒപ്പം തന്നെ ഇതിൽ തൊട്ടടുത്ത് ആശുപത്രി ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ആംബുലൻസ് എത്താൻ വൈകിയത്? അത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ വിശദീകരണം ലഭിക്കുന്നുണ്ടോ? പ്രജിൻ, തിങ്കളാഴ്ച പുലർച്ചെയാണ് ഈ എറണാകുളത്തേക്ക് പോവുകയായിരുന്ന ഓഖ എക്സ്പ്രസിൽ നെഞ്ചുവേദനയെ തുടർന്ന് യുവാവ് ഈ കുഴഞ്ഞു വീഴുന്ന. പിന്നീട് യുവാവിനെ ഈ മുളങ്ങുന്നത്തുകാവ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു. ആ സമയത്ത് TTR ഇടപെട്ടുകൊണ്ട് തന്നെ അവിടെ ആംബുലൻസ് അടക്കം സജ്ജീകരിക്കുമെന്ന് അറിയിച്ചാണ് ഈ ട്രെയിൻ അവിടെ നിർത്തി യുവാവിനെ ഈ ട്രെയിനിൽ നിന്ന് പുറത്തിറക്കിയത്. പക്ഷേ അരമണിക്കൂറോളം നേരം ഈ യുവാവിന് ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കിടക്കേണ്ടി വന്നു എന്നുള്ളതാണ് പറയുന്നത്. ആ സമയത്ത് ആംബുലൻസ് അടക്കം ലഭ്യമായില്ല. ഇതോടുകൂടിയാണ് ഈ യാത്രക്കാരടക്കം വലിയ പ്രതിഷേധം ഉയർത്തിയത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 10
മിനിറ്റ് ദൂരം മാത്രമാണ് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് ഇവിടെ നിന്നുള്ളത്. പക്ഷേ അങ്ങനെ ഇരിക്കെ പോലും ഈ യുവാവിന് ആംബുലൻസ് കിട്ടിയില്ല എന്ന ഗുരുതരമായ ആരോപണമാണ് ഉയർത്തുന്നത്. പിന്നീട് അരമണിക്കൂറിനിപ്പുറം ആംബുലൻസ് എത്തിച്ച് യുവാവിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോഴേക്കും യുവാവ് മരിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കുടുംബം കടുത്ത ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിൽ ആംബുലൻസ് കിട്ടാതെ പോയതാണ് യുവാവിന്റെ ജീവൻ നഷ്ടപ്പെടുന്നതിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് യാത്രക്കാരും കുടുംബവും ചൂണ്ടിക്കാണിക്കുന്ന പ്രജിൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഫോണിൽ സംസാരിച്ചു. പുടിന് മോദി ജന്മദിന ആശംസകൾ നേർന്നു. ബന്ധം ശക്തമാകുന്നതിൽ പ്രതിജ്ഞാബന്ധമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. അച്യുതൻ, ഇന്ത്യ റഷ്യ ബന്ധം അത് കൂടുതൽ സുദൃഢമായി പോകുന്നു. അതിന്റെ കൂടി ഉദാഹരണമായി ഈ ഫോൺ വിളിയെ കാണേണ്ടതുണ്ടോ? കാരണം ഡിസംബറിൽ പുടിൻ ഇന്ത്യയിലേക്ക് എത്താൻ പോകുന്നു എന്ന വാർത്ത നേരത്തെ സ്വീകരിച്ചതാണ്. എന്താണ് ഫോൺ വിളിയുടെ കൂടുതൽ വിശദാംശങ്ങൾ? പ്രജിൻ, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ 73-ാം ജന്മദിനത്തിൽ ആശംസകൾ നേർന്നുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോണിലൂടെ അദ്ദേഹവുമായി സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ ജന്മദിനത്തിൽ പ്രധാനമന്ത്രി ആശംസകൾ നേരുകയും ഒപ്പം തന്നെ ഇരു രാജ്യങ്ങളുടെയും ഉഭയകക്ഷി ബന്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുരോഗതികൾ അത് അവലോകനം ചെയ്യുകയും ചെയ്തതായാണ് പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ അറിയിക്കുന്നത്. അതായത് ഈ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം അത് കൂടുതൽ ശക്തിപ്പെടുത്താൻ പ്രതിജ്ഞാബദ്ധരാണ് എന്ന് പ്രധാനമന്ത്രി കുറിക്കുകയുണ്ടായി. ഒപ്പം തന്നെ 23-ാമത് ഇന്ത്യ റഷ്യ ഉച്ചകോടിയിൽ വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലേക്ക് ഡിസംബർ ആദ്യവാരം എത്താനിരിക്കുന്നു. ആ ഒരു സന്ദർഭം ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് എന്നുകൂടി പ്രധാനമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്നുണ്ട്. എന്തായാലും റഷ്യൻ പ്രസിഡന്റിന്റെ ഇന്ത്യൻ സന്ദർശനം അതിന് ഒരുപാട് രാഷ്ട്രീയത്തിനപ്പുറം മറ്റ് നേട്ടങ്ങൾ, ഇന്ത്യയുടെ ഭാവി സംബന്ധിച്ചുള്ള കാര്യങ്ങളും അതിൽ നിർണായകമാണ്. എന്തായാലും അതിനിടയിലാണ് ഇപ്പോൾ ഇരുവരും ഫോണിൽ സംസാരിച്ചിരിക്കുന്നത്. പ്രജിൻ, ശരി. ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.